അയ്യപ്പേട്ടാ, വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. അതെ. അപ്പോൾ അതിലേറെ ദുഃഖിതരാണ് ആരാധകരെല്ലാവരും തന്നെ. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ മനസ്സ് മാറി എത്തുന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ. പക്ഷേ അതിനേക്കാൾ വലിയൊരു വിഷമം വരുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. കാരണം അദ്ദേഹം ഇന്ത്യ വിടാൻ ഒരുങ്ങുന്നു അത്രേ. ഇന്ത്യ വിടുമോ അദ്ദേഹം? ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ഇന്ത്യ വിടും എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ്. എൻ്റെ കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന് അത്ര കണ്ട് ഒന്ന് സ്വതന്ത്രമായ ഒരു നിരത്തി പോലും നടക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ആരാധകരായിപ്പോയി. അദ്ദേഹത്തിനെ അത്ര കണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമാണ് എല്ലാവർക്കും. തൻ്റെ സ്വന്തം സ്ഥലത്തൂടെ അദ്ദേഹത്തിന് സ്വതന്ത്രമായി നടക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ പാപ്പരാസികൾ അല്ലാതെ തന്നെ നിരവധി പേർ അദ്ദേഹത്തിന് ഇന്ത്യയിൽ നിന്നാൽ അദ്ദേഹത്തിനെ പൊത്തിക്കൊണ്ട് ആരാധന സ്നേഹം കൂടുതലാണ്. അപ്പോൾ ആ സ്നേഹം കൂടുതൽ അദ്ദേഹത്തിന് കുറച്ച് നാളത്തേക്കെങ്കിലും മാറി നിൽക്കണം എന്നൊരു തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു താരമുണ്ട്, സിനിമാതാരം അനുഷ്ക. അതെ. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് സ്വസ്ഥത വേണം, സമാധാനത്തോടെ തനിക്ക് നിരത്തിലൂടെ ഇറങ്ങി നടക്കണം, സാധാരണക്കാരനായി നടക്കണം. അപ്പോഴെങ്കിലും തന്നെ ആരും തിരിച്ചറിയില്ലല്ലോ. UK എനിക്ക് അദ്ദേഹം ഈ ഇടുന്ന പിന്നെ ഇൻസ്റ്റഗ്രാമിലും മറ്റുമൊക്കെ ഇടുന്ന ചില എക്സിലൊക്കെ ഇടുന്ന പോസ്റ്റുകളിൽ എല്ലാം UK അദ്ദേഹം ഉള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ കുഞ്ഞ് ജനിച്ച ശേഷമുള്ള അങ്ങനെയൊക്കെ. വിരാട് കോഹ്ലി എന്ന ക്രിക്കറ്റർ ഒരു ക്രിക്കറ്റ് താരം ആഗ്രഹിക്കുന്നുണ്ട്. അതെ, അദ്ദേഹം ഒരു സ്വസ്ഥത ആഗ്രഹിക്കുന്നുണ്ട്. രണ്ടാമത് അദ്ദേഹത്തിന്റെ സ്വഭാവം വെച്ച് അദ്ദേഹം ഈ പ്രശസ്തിയും കാര്യങ്ങളും ഒക്കെ വരികയാണെങ്കിലും അദ്ദേഹം ഡൗൺ ടു എർത്ത് ഒരു സാധാരണക്കാരനെ പോലെ പെരുമാറുന്ന ഒരു താരമാണ്. നമ്മൾ പലപ്പോഴും ചില റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ട്, വളരെ മനോഹരമായി പലരെയും അനുകരിച്ചുകൊണ്ട്. എന്തിന്, നമ്മുടെ ഋഷഭ് പന്ത് എന്ന് പറയുന്ന പുതിയ ഒരു ക്രിക്കറ്റ് താരമുണ്ട്, വിക്കറ്റ് കീപ്പർ, അയാളെ വരെ നടന്ന് അനുകരിക്കുന്ന റീൽസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് വിരാട് കോഹ്ലി. അപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്നത് തനിക്ക് സ്വസ്ഥമായിട്ട് തൻ്റെ കുടുംബത്തോടൊപ്പം ഒരു പബ്ലിക് ഇടപെടുന്ന ഒരു പച്ചക്കറി മാർക്കറ്റിൽ പോവുക, ഇച്ചിരി പച്ചക്കറി വാങ്ങുക. അത് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നില്ല. നമുക്ക് നമ്മുടേതായ ഒരു ലോകം, കുടുംബത്തോടൊപ്പം പോവുക. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും ഒറ്റയ്ക്ക് നമ്മൾ ആരും ശല്യം ചെയ്യാതെ കുറച്ചു നേരം ഇരിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? ഇപ്പൊ കഴിഞ്ഞ ജൂണിലെ 2020 ലോകകപ്പിലെ ഇന്ത്യയുടെ വിജയാഘോഷം നടന്ന അധികം താമസിയാതെ തന്നെ അദ്ദേഹം 2020 അദ്ദേഹം ഇറങ്ങി. അദ്ദേഹം ലണ്ടനിലേക്ക് പോയി. അതെ. അപ്പൊ പോലും അദ്ദേഹം അവിടെ നിന്നില്ല. അദ്ദേഹം ഒരു കളിക്കിടയിൽ ഭാര്യയോട് ചോദിക്കുന്നുണ്ട്, കഴിച്ചോ? അതെ, സ്റ്റേഡിയത്തിൽ അങ്ങോട്ട് ഭാര്യയെ നോക്കി ചോദിക്കുകയാണ്. അപ്പൊ അത്രയും കൺസേൺ ഉള്ള ഒരു മനുഷ്യനാണ്. അതായത് ഈ പറയുന്ന പ്രശസ്തിയിലൊക്കെ മതിമറന്നു പോകാത്ത ഒരു മനുഷ്യൻ കൂടിയാണ് അല്ലേ? തീർച്ചയായിട്ടും ഒരു സാധാരണക്കാരന്റെ എല്ലാ ഇതും അത് നമ്മൾ പറയുമ്പോൾ ഒരു അല്പം ചരിത്രം കൂടെ പറയേണ്ടി വരും. അദ്ദേഹം എന്ന കളിക്കാരൻ 2008 അണ്ടർ-19 ടീമിലൂടെയാണ് കോഹ്ലി വരുന്നത്. കോഹ്ലിയുടെ പിതാവ് വളരെ നേരത്തെ തന്നെ മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അവരിങ്ങനെ ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, അത്യാവശ്യം സാമ്പത്തികമുള്ള ടീമൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ അണ്ടർ-19 ടീമിൽ കളിച്ചിട്ട് അവിടെ നിന്ന് ലോക കിരീടം നേടുന്ന ടീമിലുണ്ടായിരുന്നു. ആ ടീമിൽ ഉണ്ടായിരുന്ന അവിടെ നിന്നാണ് ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിനെ കണ്ടെത്തുന്നത് ദിലീപ് വെങ്സർക്കറാണ്. അതായത് ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഞങ്ങളെയൊക്കെ ക്രിക്കറ്റ് കളി ഇഷ്ടപ്പെടുന്ന സമയത്ത് കപിൽ ദേവ്, ദിലീപ് വെങ്സർക്കർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കളിക്കാരുടെ കാലത്ത് ദിലീപ് വെങ്സർക്കർ, അതായത് ഈ സെലക്ഷൻ കമ്മിറ്റി ഉണ്ടല്ലോ, ഈ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന്റെ സെലക്ഷൻ, BCCIയുടെ സെലക്ഷൻ കമ്മിറ്റി, അദ്ദേഹം വരുമ്പോഴാണ് ഇങ്ങനൊരു കളിക്കാരനുണ്ട്, വളരെ വൈബ്രന്റ് ആണ്, നമുക്ക് ടീമിൽ കൊണ്ടുവരണം. അങ്ങനെ സച്ചിന്റെ കാലത്ത് തന്നെ മിഡിൽ ഓർഡർ കളിച്ചിരുന്ന ഒരു കളിക്കാരനാണ്. അപ്പോൾ സച്ചിന്റെ സ്ട്രോക്കുകളുമായി താരതമ്യമുള്ള, സച്ചിനെ പോലെ വളരെ മനോഹരമായി ഓഫ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും പന്ത് പ്ലേസ് ചെയ്യുക, വളരെ മനോഹരമായിട്ടാണ് ആ സ്ട്രോക്കുകളൊക്കെ. സച്ചിൻ വളരെ ശാന്തമായിട്ടാണ് കളിക്കുന്നതെങ്കിൽ വിരാട് കുറച്ച് അഗ്രസീവാണ്. അന്നേ വിരാട് കോഹ്ലിയെ നോട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ഈ ഗ്രൗണ്ടിലൊക്കെ വിരാട് കോഹ്ലിയുടെ ആ ഒരു വൈബ്രൻസി എന്ന് പറയുന്നത് വളരെ മനോഹരമായിരുന്നു. അപ്പോൾ വിരാട് കോഹ്ലി കളിച്ചു വരുമ്പോൾ അന്ന് ഈ ഫോർമാറ്റ്, വിരാട് കോഹ്ലി ഏകദിനത്തിലാണ് കളിച്ചു തുടങ്ങുന്നത്. പിന്നീടാണ് 2020 ഫോർമാറ്റ് വരുന്നത്. 2020 ഫോർമാറ്റിലും വിരാട് കോഹ്ലി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വെങ്സർക്കർ എന്ന ഇന്ത്യൻ ക്രിക്കറ്റർ കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ ഒരിക്കലും തെറ്റിയില്ല എന്ന് ഇന്ത്യൻ ആരാധകർക്ക് പറയാൻ കഴിയുന്നു. അദ്ദേഹം സംസാരിക്കുമ്പോഴൊക്കെ വെങ്സർക്കർ പറയുമായിരുന്നു, ഞാൻ കണ്ടെത്തിയ കുട്ടിയാണ്, അയാൾ മിടുക്കനാണ്, അയാൾ നന്നായി ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ അദ്ദേഹം അഭിമാനം പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ 2020 ലോകകപ്പ് നേടുന്ന അവസരത്തിൽ അത് കോഹ്ലിയും കൂടെ ഒരു ആവശ്യമായിരുന്നു. കാര്യം കഴിഞ്ഞ ധോണി 2007 ധോണി എന്ന ക്യാപ്റ്റൻ വരുന്നത് നമ്മൾ കണ്ടു. ധോണി എന്ന ക്യാപ്റ്റന്റെ കീഴിൽ ഇന്ത്യ കപ്പ് നേടുന്നത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾ 83 കപിൽ ദേവ് നേടുന്നു, 86 ഇവിടെ കളിക്കുന്നുണ്ട്. ഈ 83 കപിൽ ദേവ് നേടുന്നതെന്ന് നമുക്ക് TV കാണാൻ ഭാഗ്യം, നമ്മൾ അതിൻ്റെ ആർക്കേഡേ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം 86 ഇവിടെ ഇന്ത്യയിൽ കളിക്കുന്നുണ്ട്. അന്ന് സെമിയിൽ തോക്കുകയാണ്, ഇംഗ്ലണ്ടിനോട് തോക്കുകയാണ്. പക്ഷേ ആ കളി ഇന്ത്യ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു, ന്യൂസിലൻഡിനെയൊക്കെ പൊട്ടിച്ച ടീമാണ്. അതിനുശേഷം ഇന്ത്യക്ക് വേൾഡ് കപ്പ് കിട്ടുന്നത് 2011 ധോണി മേടിച്ചു കൊടുക്കുകയാണ്. ധോണിയാണ് കപ്പെടുത്ത് കൊടുക്കുന്നത്. ആ ടീമിലും അംഗമായിരുന്നു
ആര് ഈ പറയുന്ന വിരാട് കോഹ്ലി. കോഹ്ലിക്ക് ഇപ്പോൾ അന്ന് അണ്ടർ 19 കളിച്ചതിൽ രവീന്ദ്ര ജഡേജയൊക്കെ ഉണ്ട്. രവീന്ദ്ര ജഡേജ ഇപ്പോഴും നമ്മുടെ ടീമിലുണ്ട്. അപ്പോൾ അവരെല്ലാം തന്നെ ഒരു കെമിസ്ട്രി ഉണ്ട്. ഈ കോഹ്ലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ടീമുമായി എല്ലാ അംഗങ്ങളുമായി ഒരു കെമിസ്ട്രി കോഹ്ലിക്കുണ്ട്. കോഹ്ലി IPL ഈ പറയുന്ന രീതിയിൽ അദ്ദേഹം കളിക്കുന്നത് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിലാണ് അദ്ദേഹം കളിക്കുന്നത്. ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിൽ മുഹമ്മദ് സിറാജ് എന്ന ബൗളറെ കണ്ടെത്തുന്നത് കോഹ്ലിയാണ്. മുഹമ്മദ് സിറാജിനെ ഇന്ത്യൻ ടീമിലേക്ക് കൊണ്ടുവരുന്നതും കോഹ്ലിയാണ്. അങ്ങനെ കോഹ്ലിക്ക് ചിലരോടൊക്കെ ഭയങ്കര ഒരു അടുപ്പം ഉണ്ടാകും. കോഹ്ലിയുടെ ആ അടുപ്പം ഒരാളോട് മാത്രമല്ല, ടീമിലെ കെമിസ്ട്രി. ഒരു കാര്യത്തിൽ മാത്രമാണ് കോഹ്ലിക്ക് പഴികേക്കേണ്ടി വന്നത്. അനിൽ കുംബ്ലെ എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ ക്രിക്കറ്റർ ഉണ്ടായിരുന്നു. വളരെ മനോഹരമായി കുംബ്ലെ സ്പിന്നൊക്കെ ചെയ്യുന്നത്. കുംബ്ലെ കോച്ചാകുമ്പോൾ ക്യാപ്റ്റൻ കോഹ്ലിയായിരുന്നു. അപ്പോൾ ക്യാപ്റ്റനും കോച്ചും തമ്മിലുള്ള കെമിസ്ട്രി വർക്കൗട്ട് ആയില്ല. അങ്ങനെ അനിൽ കുംബ്ലെ രാജിവെച്ച് പോവുകയായിരുന്നു. അന്ന് വിരാട് കോഹ്ലിയെ ടീമിൽ നിർത്തണമെന്നത് ടീം മാനേജ്മെൻറ്റിൻ്റെ ആവശ്യമായിരുന്നു. അതിനൊരു പഴി കോഹ്ലി കേട്ടിട്ടുണ്ട്. പക്ഷേ കോഹ്ലിയെ നിലനിർത്തിയതും അനിൽ കുംബ്ലെ പോയെങ്കിലും രണ്ടുപേരും വിഴുപ്പലക്കാനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. മര്യാദ പാലിച്ചു. രണ്ടുപേരും മര്യാദ പാലിച്ചു. അപ്പോൾ അത്തരത്തിൽ കോഹ്ലി 2011 ഇന്ത്യ കപ്പ് നേടുന്ന അവസരത്തിൽ ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന കോച്ചസ്, അതായത് അന്ന് കപ്പ് നേടുമ്പോൾ ദക്ഷിണാഫ്രിക്കൻ പ്ലെയർ ആയിരുന്ന ക്ലെപ്പർ വെസൽസ് ആയിരുന്നു അന്ന് കോച്ചായിരുന്നത്. ദെൻ അതിനുശേഷം ഇന്ത്യൻ കോച്ച് പല കോച്ചസും ഇന്ത്യൻ ടീമിൽ അദ്ദേഹം കളിക്കുന്ന ഫോർമാറ്റ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, ദെൻ വൺ ഡേ ഉണ്ടായിരുന്നു, 2020 ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം 2020 വിരമിച്ചെന്ന് പറഞ്ഞു. ഇന്ത്യ വേൾഡ് കപ്പ് നേടിയ ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ആശ്വാസമായിരുന്നു. അദ്ദേഹം കളിച്ച വേൾഡ് കപ്പ് ടീം 2015 ശേഷം പിന്നെ കപ്പ് രണ്ടാമത് നമ്മൾ ഫൈനലിൽ തോറ്റുപോയി. ഓർമ്മയുണ്ടാവും, ധോണി രണ്ടാമത് ഒരിക്കൽ കൂടെ നമ്മൾ തോറ്റുപോയായിരുന്നു. ഫൈനലിലല്ല, സെമിയിലാണ് തോറ്റുപോയത്. ദെൻ അതിനുശേഷം ഇപ്പോൾ കിട്ടുമ്പോൾ അദ്ദേഹം 2020 നിന്ന് മാറുന്നു. ഇപ്പോൾ ടെസ്റ്റിൽ നിന്ന് അദ്ദേഹം മാറുന്നു. ഇനി ഏകദിനത്തിൽ മാത്രമേ അദ്ദേഹമുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒന്ന് മാത്രം, പിന്നെ അദ്ദേഹം ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായ വർഷം 2014 ഇന്ത്യൻ ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റനാകുന്നത്. പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് ഇദ്ദേഹത്തിന് ഈ പറയുന്ന UK വെസ്റ്റ് യോർക്ക്ഷയർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ഉണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും മാജിക് ലാബ് എന്ന് പറയുന്ന ആ കമ്പനിയിൽ 3 ഡയറക്ടർമാരിൽ 2 പേര് ഈ കോഹ്ലിയും ഭാര്യയുമാണ്, അനുഷ്കയുമാണ്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു കമ്പനിയും ഇവർക്കൊക്കെ ഉണ്ടാകുമല്ലോ. ക്രിക്കറ്റ് മാത്രമല്ല, അവർക്ക് അനുബന്ധ ബിസിനസ്സുകളൊക്കെ ഉണ്ടാകാമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കമ്പനി അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അതുകൂടിയാകുമ്പോൾ UK അദ്ദേഹത്തിന് കുറച്ചുകൂടെ അടുപ്പം വരാനുള്ള സാധ്യതകളുണ്ട്. അദ്ദേഹം പലപ്പോഴും ഈ പറയുന്ന പോലെ പറയുന്നത് ഇന്ത്യക്ക് പുറത്ത് കുടുംബവുമായി ചേർന്ന് പുറത്തു പോകുന്നതിൻ്റെ ഒരു സന്തോഷമൊക്കെ പലപ്പോഴും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അത് അധികം ആരും അറിയാതെ അന്യനാട്ടിൽ പോകുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയുക അത്ര എളുപ്പമല്ലല്ലോ. അപ്പോൾ അദ്ദേഹം അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം ആഹ്ലാദമൊക്കെ കണ്ടെത്തുന്ന ഒരാളാണെന്ന് തോന്നുന്നു. അതൊരു സാധാരണക്കാരനായിട്ട് അറിയപ്പെടാൻ ആഗ്രഹം. അപ്പോൾ നമുക്കിതിൻ്റെ ചുരുക്കെഴുത്ത് ഇത്രയേ ഉള്ളൂ. വിരാട് കോഹ്ലി എന്ന താരം പോകുമ്പോൾ സച്ചിൻ ഇങ്ങനെ കളി മതിയാക്കാൻ പോകുമ്പോൾ സച്ചിൻ്റെ ആരാധകർ പറഞ്ഞത് ഇനി ആര് മധ്യനിരയെ നോക്കുമെന്നായിരുന്നു. സച്ചിൻ പറഞ്ഞു, എന്നെക്കാൾ കളിക്കുന്ന മികവാർന്നവർ ഇനിയും ഇന്ത്യൻ ടീമിലുണ്ട്, അവർ വരും. അത് യാഥാർത്ഥ്യമായിരുന്നു. സച്ചിൻ പോയ ശേഷം വിരാട് കോഹ്ലി തന്നെയാണ് ഒരു ഫസ്റ്റ് ഡൗൺ ആയിട്ട് ഇറങ്ങുക. സച്ചിൻ മിക്കവാറും ഓപ്പണിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് മൂന്നാമത് ഇറങ്ങിയിരുന്ന മധ്യനിര, അതായത് ഓപ്പണേഴ്സ് കഴിയുമ്പോൾ ഫസ്റ്റ് ഡൗൺ, സെക്കൻഡ് ഡൗൺ, തേർഡ് ഡൗൺ എന്നൊക്കെ പറയുമല്ലോ, അതിൽ അദ്ദേഹം ഫസ്റ്റ് ഡൗൺ ഇറങ്ങിയിരുന്ന ബാറ്റ്സ്മാൻ ആയിരുന്നു. സച്ചിന് ശേഷം വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം അത് കൊണ്ടുപോയത്. പിന്നെ മറ്റൊന്നുകൂടി നമുക്ക് ഇതിൽ പറയേണ്ടി വരും. ഇപ്പോൾ നമ്മൾ പഴഞ്ചൊല്ല് പറയും, സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തുക എന്ന്. അദ്ദേഹം സ്വരം നന്നാകുമ്പോൾ തന്നെയാണ് പാട്ട് നിർത്തുന്നത്. ഇറങ്ങി പോകാനുള്ള പറയുന്ന ആളുകൾ തന്നെ തിരിച്ചു പറയാം. ഈ ആരാധകർ ചിലപ്പോൾ വിഷമിക്കും, അയ്യോ ഞങ്ങളുടെ പ്രിയപ്പെട്ട താരം ഫോം കണ്ടെത്തുന്നില്ലല്ലോ എന്ന്. അന്ന് ഈ സെലക്ടർമാർ ഇപ്പൊ എന്തുകൊണ്ട് അദ്ദേഹം പോകണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇംഗ്ലണ്ട് പോലൊരു സ്ഥലത്ത് ടെസ്റ്റ് പരമ്പര കളിക്കാൻ പോകുമ്പോൾ ഈ പറയുന്ന ഒരു മിഡിൽ ഓർഡർ, അതായത് ഇംഗ്ലണ്ടിലെ പിച്ചിനെ കുറിച്ച് ഒരു ബോധ്യമുള്ള ആളാണ് ഇദ്ദേഹം. ഇംഗ്ലണ്ട് പിച്ച് എന്ന് പറയുമ്പോൾ നല്ല ഫാസ്റ്റ് പിച്ചാണ്. ഈ ഫാസ്റ്റ് പിച്ചിൽ ക്രിക്കറ്റിന്റെ ഒരു നാടാണല്ലോ ഇംഗ്ലണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു വിദേശ പര്യടനത്തിൽ പേരുദോഷം ഉണ്ടാകാതിരിക്കാൻ ടീമിന് നല്ലൊരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ, പരിചയസമ്പന്നൻ എന്ന രീതിയിൽ അദ്ദേഹം നിൽക്കട്ടെ എന്ന് അവർ ആഗ്രഹിക്കും. കാര്യം അവരുടെ ഭാഗം, കാര്യം സെലക്ടേഴ്സിന് കുറ്റം വരരുതല്ലോ. അങ്ങനെ അവരുടെ ഭാഗം നോക്കാനായി കോഹ്ലിയെ നിൽക്കാൻ പറഞ്ഞത്. ഈ പറയുന്ന അനുഷ്ക അത് നല്ലൊരു എന്താ പറയാ, നല്ലൊരു വ്യക്തിയാണ്. അദ്ദേഹം തിരഞ്ഞെടുത്തത് നല്ലൊരു വ്യക്തി, സപ്പോർട്ടായിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. അപ്പോൾ അനുഷ്ക ഈ പറയുന്നത് പോലെ ഈ വിരമിച്ചതിന് ശേഷം അനുഷ്ക ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത്, എനിക്കറിയാം ഒറ്റയ്ക്ക് കരഞ്ഞ ആ നിമിഷങ്ങൾ,
അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ വിഷമങ്ങളും എല്ലാ കാര്യങ്ങളും ഒക്കെ ചേർത്ത് അദ്ദേഹം എന്തായിരുന്നു, ക്രിക്കറ്റിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും അദ്ദേഹം എന്തായിരുന്നു, അദ്ദേഹത്തിന് ക്രിക്കറ്റിനോടുണ്ടായിരുന്ന അഭിനിവേശം എന്തായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അനുഷ്കയും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും, അതായത് അദ്ദേഹത്തിന് ശരിക്കും തിരിച്ചറിയുന്ന ഒരു പങ്കാളിയെ കിട്ടുക എന്ന് അത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഭാര്യ അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വിജയത്തിന്റെയും കൂടെ അർത്ഥമാണ്. അദ്ദേഹത്തിനേക്കാളും വയസ്സിന് കുറച്ച് മൂത്ത ഒരു പെൺകുട്ടിയാണ്. സച്ചിൻ വിവാഹം കഴിച്ചതുപോലെ സച്ചിന് 6 വയസ്സ് മൂത്ത ഒരു സ്ത്രീയാണ് വിവാഹം കഴിച്ചിരുന്നത്. അത് പ്രണയമായിരുന്നു. ഇതും പ്രണയമാണ്. അദ്ദേഹം ഒരു നല്ല വൈബ്രൻ്റായി നിൽക്കുമ്പോൾ നിരവധി പ്രണയങ്ങൾ വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ ചോയ്സ് തെറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ ചോയ്സ് കറക്റ്റായിരുന്നു. അദ്ദേഹം അനുഷ്കയെ വിവാഹം കഴിക്കുന്നു. അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ ചുരുക്കെഴുത്ത്. കോഹ്ലി ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോൾ പ്രജിത എന്നോട് ഇങ്ങനെ വാർത്തകൾ ഇങ്ങനെ കണ്ടപ്പോൾ എന്ന് പറഞ്ഞു വിരാട് കോഹ്ലി വിരമിക്കുന്നു എന്ന് വാർത്തയുണ്ട്, അദ്ദേഹത്തിനെ തിരിച്ചു വിളിക്കുന്നതായും വാർത്തയുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു അസസ്മെൻറ്റിൽ ഞാൻ വളരെ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കളി നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് മനസ്സിലായ കോഹ്ലി വെച്ച് ഞാൻ പറഞ്ഞു അദ്ദേഹം ആ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കും. എന്നെപ്പോലെ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാക്കിയ നിരവധി ക്രിക്കറ്റ് ആരാധകരുണ്ട്. അദ്ദേഹത്തിൻ്റെ കളി ഇഷ്ടപ്പെടുന്നവർ, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ഇഷ്ടപ്പെടുന്നവർ. അദ്ദേഹം രാജിവെക്കുമെന്ന് പറഞ്ഞത് രാജിവെക്കും എന്ന് തന്നെ ആയിരിക്കും. അതിൽ ഉറച്ച് കോഹ്ലി നിൽക്കും. അതാണ് കോഹ്ലി എന്ന് അദ്ദേഹത്തിൻ്റെ ആരാധകർക്കും അദ്ദേഹത്തിൻ്റെ കളി ഇഷ്ടപ്പെടുന്നവർക്കും അറിയാം.